ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു വ്ളോഗാണ്. എനിക്ക് ധനുമാസം അവസാനിക്കണ മുമ്പ് രാവിലെ നേരത്തെ എണീക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഇപ്പോൾ 5:30, അതാണിപ്പോൾ എൻ്റെ നേരത്തെ. നല്ല തണുപ്പുണ്ട്. സോ പോയി ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. സോ ഞാൻ വിചാരിക്കണം പൊതുവേ എനിക്ക് ചായ കുടിക്കാതെ ഒന്നും നടക്കില്ല, എന്താണെന്നൊക്കെ മനസ്സിലായല്ലോ. സോ ചായ കുളിച്ചിട്ടേ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. സോ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ എണിച്ച് കുളിച്ചു. ഇനി വെയിൽ വരുന്ന മുമ്പ് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആവുകയാണ്. കൊടുത്തതൊന്നും ശരിയായിട്ടില്ല, പക്ഷെ വന്നിട്ട് വീണ്ടും നമുക്ക് സെറ്റാക്കാം. ഇപ്പം നമുക്ക് അമ്പലത്തിലോട്ട് വേഗം പോകാനുള്ളതാണ്. സോ വേഗം റെഡി, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. വേഗം അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. രഥം ഒക്കെ തേര് ഒക്കെ തുടങ്ങുക ഒരു 9:30 സമയത്തായിരിക്കും. സോ ആ സമയം നമുക്ക് വീണ്ടും അമ്പലത്തിൽ പോകാം. ഇപ്പം നമുക്ക് വേഗം പോയിട്ട് വരാം. ചപ്പിത്തല പോലെ ഉണ്ടാവും, അതൊന്നും കാര്യമാക്കരുത്. എണ്ണ ഉണ്ടെന്ന് തോന്നുന്നത് ഇങ്ങനെ ചപ്പിയായേക്കുന്നത്. സോ യെസ്, ഈ പട്ടികളൊക്കെ എവിടേക്ക് പോവാണോ രാവിലെ നേരത്തെ? എല്ലാവർക്കും ഈ രഥോത്സവം എന്തിനാണെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും അല്ല കേട്ടോ, എനിക്ക് പറയുമ്പോൾ എങ്ങനെ വരികയാണ് എല്ലാവർക്കും എന്നുള്ളത്. അതായത് കുറേ അവിടെ പൂരങ്ങളും വേലകളും ഒക്കെ ഉണ്ടാവാറില്ലേ, അതുപോലെ തന്നെയാണ് ഈ രഥോത്സവം. ഓരോരവിടെ ഓരോ കൾച്ചർ, അത്രയേ ഉള്ളൂ. പിന്നെ പൂരങ്ങളും വേലകളും ഒക്കെ നടക്കുക അമ്പലപ്പറമ്പിലായിരിക്കും. അമ്പലത്തിന് ചുറ്റും സ്ഥലം ഒരുപാടുണ്ടാവും. പക്ഷെ ഇവിടെ അമ്പലത്തിന് ചുറ്റും ഗ്രാമങ്ങളിൽ സ്ഥലം വളരെ കമ്മിയാണ്. അതുകൊണ്ട് രഥം ഈ റോഡ് വീതിയിലൂടെയാണ് പ്രയാണം ചെയ്യുക. അത്രേ വ്യത്യാസമുള്ളൂ. ഓരോ സ്ഥലത്ത് ഓരോന്ന് പോലെ. ഇവിടെ പൂരത്തിനും വേലയ്ക്കും പകരം രഥോത്സവം, അത്രേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഇത് കൽപ്പാത്തി തേരല്ല, ഇത് ഞാനിരിക്കുന്ന ഗ്രാമത്തിൻ്റെ തേരാണ്. കൽപ്പാത്തി അല്ലാതെ കുറേയധികം ഗ്രാമങ്ങൾ പാലക്കാടുണ്ട്. അവിടെ ഒക്കെ തന്നെ ഇതുപോലെ രഥോത്സവവും നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പൊമഗ്രേൻ, ബനാന, ഓറഞ്ച് ഒക്കെയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് റെഡി ആയിട്ട് ഞാൻ വീണ്ടും അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ രഥപ്രയാണം സ്വാമിയെ രഥത്തിൽ കയറ്റിയിട്ട് നമ്മളെല്ലാവരും കൂടി വലിക്കും. അപ്പോൾ ഇത് ഇവിടുത്തെ പട്ടികളാണ്. ഇവരൊന്നും നമ്മളെ ഇന്നേവരെ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും കൂടി ഇരിക്കുന്ന കണ്ടപ്പോൾ നല്ല രസം തോന്നി കേട്ടോ. ഈ സൈക്കിൾ വെച്ച വീടില്ലേ, ആ വീട് ആക്ച്വലി ഞാൻ ജനിച്ച വീടാണ് കേട്ടോ. പിന്നെ സ്വാമിയെ രഥത്തിലോട്ട് കയറ്റി നമ്മളെല്ലാവരും കൂടി തേര് വലിച്ചു. തേര് വലിക്കുന്ന വീഡിയോ കിട്ടിയില്ല, പ്രസാദം വാങ്ങുന്ന വീഡിയോ കിട്ടി. നോക്കട്ടെ ആരൊക്കെ എന്നെ കണ്ടുപിടിച്ചവർ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അപ്പം നമ്മൾ തേരൊക്കെ വലിച്ച് വീടെത്തി കേട്ടോ. ഇനിയിപ്പോൾ ഈവനിങ് ആണ് എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ വരിക. നമ്മൾ അവിടെ കൃഷ്ണൻ്റെ അമ്പലമാണ്, നമ്മുടെ അവിടെ മുരുകൻ്റെ അമ്പലമാണ്. അപ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നിന്നാണ് രഥം വലിച്ചിങ്ങനെ എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെ ഈവനിങ് ആണ് കേട്ടോ വരിക. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഈവനിങ് ആയിരിക്കും കൂടുതലും, അതുകൊണ്ട് അവിടെ അധികം തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ തേരൊക്കെ വലിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ അങ്ങനെ ആ ഒരു ഡേ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അമ്പലത്തിൽ നിന്ന് കിട്ടിയ ഗോതമ്പിൻ്റെ പ്രസാദം, ഗോതമ്പ് ഉപ്പുമാവ് മാത്രം ഞാൻ കഴിച്ചു. പിന്നെ അങ്ങോട്ട് കുറച്ച് ടയേർഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ അതിന് ശേഷം കുറച്ച് കൊറിയർ പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ ഒതുക്കി വെച്ച് അടിച്ചൊക്കെ വരാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പിന്നെ ഉമ്മറത്ത് കോലം ഇടണമായിരുന്നു. അപ്പോൾ കോലമൊക്കെ ഇടാൻ വേണ്ടി മാവൊക്കെ സെറ്റ് ചെയ്ത് അതൊക്കെയായിരുന്നു വൈകുന്നേരത്തെ പണികൾ കേട്ടോ. പിന്നെ ഞാൻ ഈ കോലം ഇടുന്ന സമയം ഒരു ഗേറ്റ് മാത്രമാണ് ഓപ്പൺ ചെയ്ത് വെച്ചത്, അതുകൊണ്ട് തന്നെ അതൊന്നും കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. സോ ഇപ്പോൾ ഈവനിങ് ആയിട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ല ടയേർഡായിരുന്നു. എന്താ അറിയില്ല, രാവിലെ നേരത്തെ എണിച്ചത് കൊണ്ടായിരിക്കാം കുറച്ച് ടയേർഡായിരുന്നു. സോ പക്ഷെ ഉറങ്ങിയില്ല, കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ കുറച്ച് പാക്കിങ്ങും കൊറിയർ അയക്കാൻ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഇങ്ങനെ ബിസിയായി. ഇപ്പോൾ ഈവനിങ് ആണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അതിൽ കൂടെയാണ് രഥം വരിക കേട്ടോ. പക്ഷേ എൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ ആരുമില്ല. അപ്പോൾ മേ ബി ആരെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ വീഡിയോ കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് പോവാം. രഥോത്സവമൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കാട്ടോ ഈ ഒരു വ്ളോഗ് ഞാനിങ്ങനെ ചെയ്യുന്നത്. യെസ്,
ധനുമാസത്തിലെ വൈകുണ്ഠ ഏകാദശി തേരിന് അധികം ആരും ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ ഭംഗിയും ധനുമാസത്തിലെ ഈ തേരിനായിരിക്കും. വലിയ തേരുണ്ട് മെയ് മാസത്തിൽ, അതിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം ധനുമാസത്തിലെ ഈ ചെറിയ തേരാണ് കേട്ടോ. ഇതിനെ ചെറിയ തേരെന്നും അതിനെ വലിയ തേര് എന്നൊക്കെയാണ് നമ്മൾ പറയുക കേട്ടോ. അപ്പോൾ ഈവനിങ് രഥം എൻ്റെ വീട്ടിൻ്റെ മുന്നിലൂടെയാണ് പോവുക. അന്നാണ് ഫുൾ ഗ്രാമം, ഈവനിങ് ഫുൾ ഗ്രാമം ചുറ്റും. ആ സമയം എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ കണിക്കൊന്നയുടെ അടുത്ത് ഈ രഥം എത്തുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എല്ലാ കൊല്ലവും ഞാൻ നോട്ട് ചെയ്യാറുണ്ട്, ഒരു പ്രത്യേക നല്ല അടിപൊളി കാറ്റ് വീശാറുണ്ട് കേട്ടോ. കണിക്കൊന്ന ഇപ്പം നമ്മുടെ അവിടെ വന്നിട്ട് 3 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുപ്പിക്കുന്നത് എൻ്റെ നെയ്ബറെ കൊണ്ടാണ് കേട്ടോ. അധികമൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നെയ്ബേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗീത ചേച്ചി, വൃന്ദ ചേച്ചി, ബേബി ചേച്ചി, എല്ലാവരെയും ഞാൻ ചേച്ചി എന്നാണ് കേട്ടോ വിളിക്കാറ്. എനിക്ക് സിബ്ലിങ്സ് ആയിട്ട് ചേച്ചിമാരില്ലെങ്കിലും എനിക്ക് ഇവിടെ കുറേ ചേച്ചിമാരുണ്ട്. ശേഷം ഞാനും വൃന്ദ ചേച്ചിയും അമ്മയൊക്കെ കൂടി രഥത്തിനെ ഞങ്ങൾ 3 പേരും മാത്രമല്ല എല്ലാവരും ഉണ്ടായിരുന്നു, ഗ്രാമത്തിലത്തെ എല്ലാവരും കൂടി തേരുപ്പരയിൽ കയറ്റി. ഇപ്പം കണ്ടതാണ് മെയ് മാസത്തിൽ എടുക്കാൻ പോകുന്ന വലിയ തേര്. അത് ഈ തേരിൻ്റെ ബാക്കിലായിട്ട് നിൽക്കുന്ന ആ തേരാണ്. പിന്നെ ഞാൻ വീടെത്തിയ ശേഷം വീണ്ടും അമ്പലത്തിലോട്ട് പോയി പ്രസാദമൊക്കെ വാങ്ങിച്ച് ഏകദേശം 11 മണിയായിട്ടോ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ആ അമ്പിളിമാമൻ ഒളിഞ്ഞിരിക്കുന്ന കണ്ടോ മേഘത്തിൻ്റെ ഇടയിൽ.